ജാസ്മിൻ്റെ പ്രവർത്തികളും നുണകളും ആക്ഷനുകളും എല്ലാം കൊണ്ട്, വാക്കുകളും എല്ലാം കൊണ്ട് ജാസ്മിൻ അവനെയും നശിപ്പിച്ച്, അവൻ്റെ ഫാമിലിയെ നശിപ്പിച്ച്, എല്ലാം നശിപ്പിച്ച്. അതിനുശേഷം നിങ്ങളത് അന്ത വന്നിട്ട് വീണ്ടും നശിപ്പിച്ച്. അപ്പം നുണയൻ, നുണച്ചി എന്നൊക്കെ വിളിക്കാൻ നേരത്ത് ബാക്കി ആരെങ്കിലും വിളിക്കുന്ന മുന്നേ സ്വന്തമായി ജാസ്മിൻ ഒന്ന് അനലൈസ് ചെയ്ത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു ബിഗ് ബോസിൽ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട്. അഭിഷേകും ജാസ്മിനുമായിട്ട് എന്തോ വഴക്കൊക്കെ കൂടുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് വഴക്കാണെന്ന് നമുക്കറിയത്തില്ല. അവർ എന്തെങ്കിലും ടാസ്കിൻ്റെ ഭാഗമായിട്ടുള്ള വഴക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജാസ്മിൻ അഭിഷേകിൻ്റെ അടുത്ത് പറയുന്ന ചില ഡയലോഗുകളെ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഡയലോഗ് ആണ് ജാസ്മിൻ്റെ ഡയലോഗാണ്. അഭിഷേക് ഇതിൻ്റെ അകത്തോട്ട് വരാനേ യോഗ്യതയില്ലാത്ത ആളാണ്, ഇവിടത്തേക്ക് ബിഗ് ബോസിലേക്ക് വരാനുള്ള ഇതില്ലാത്ത ആളാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ജാസ്മിനെ കുറിച്ച് 50 ദിവസം നാട്ടുകാർ മൊത്തം പറഞ്ഞാണ് ജാസ്മിൻ ഇതിൻ്റെ അകത്തോട്ട് വരാനേ യോഗ്യതയില്ല. കാരണം നിങ്ങൾ 50 ദിവസത്തെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പല കളികൾ കണ്ട ജനങ്ങൾ മൊത്തം പറഞ്ഞത് ഈ ബിഗ് ബോസിലോട്ട് വരാനുള്ള യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് വേറെ എന്തോ ഒരു റൂം എന്നൊക്കെ പറയുന്നുണ്ട്, ആ റൂമിലോട്ട് പോകാനുള്ള അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല. എന്തോ ഓയോയോ അങ്ങനെ എന്തൊക്കെ അവിടത്തേക്ക് പോകണം എന്നൊക്കെയാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞത്. അപ്പോൾ ഈ ബിഗ് ബോസിലോട്ട് യോഗ്യതയില്ല, പിന്നെ എന്ത് ഓയോ അങ്ങനെ എന്തോ റൂം, അങ്ങനെ എന്തോ ആ സ്ഥലത്തേക്ക് പോകാനുള്ള ആ യോഗ്യതയാണ് ഉള്ളതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ്? അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിടണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല, പക്ഷേ നാട്ടുകാർ മൊത്തം പറയുന്നത് അങ്ങനെയാണ്. ഒരുപാട് ആൾക്കാർ കമൻറ്റ് തന്നെ എഴുതും. കാരണം നിങ്ങൾ രാത്രിയിലത്തെ ചില കളികൾ അങ്ങനെ കാണാൻ നേരത്ത് കൈപ്പിടി കളി, പിന്നെ മൈക്കിടാതെ 2 പേരും വേറെ മറ്റേ ഇതിൻ്റെ അകത്ത് കയറുക, എന്താണ് ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്ത് കയറി ഇരുന്നുള്ള കളി, അതൊക്കെ എന്ത് കളിയാണോ? അതിൻ്റെ അകത്ത് എന്ത് നടക്കുന്ന നമുക്കറിയത്തില്ല. അത് അപ്പോഴാണ് ആൾക്കാർ പറയുന്നത് അവർക്ക് ഓയോ റൂം അങ്ങനെ എന്തൊക്കെ എടുത്തു കൊടുക്കുക. അപ്പം ഇവിടത്തേക്ക് വരാൻ പറ്റിയ ആൾക്കാരല്ല, നിങ്ങൾ വേറെ എവിടെ പോകാനുള്ള ആൾക്കാരാണെന്ന് അന്നോട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. നിങ്ങൾ എന്നിട്ട് മറ്റവൻ പുറത്തായി, ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്നതാണ് ജാസ്മിൻ പറയുന്നുണ്ട് ഇവന് അഭിഷേകന് നുണയെന്ന് ബാക്കി നടന്നതിന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ അഭിഷേകാണ് നുണയൻ. ഈ ആദ്യത്തെ നുണയൻ എന്നുള്ള വാക്ക് ചേരുന്നത് ജാസ്മിനാണ്. കാരണം ഒരു ഫോൺ കോൾ വന്നല്ലോ, ഫോൺ കോളിൻ്റെ അകത്ത് അച്ഛന് മറ്റേ അറ്റാക്കല്ല ബ്ലോക്കാണെന്ന് പറഞ്ഞ് ഒരു കള്ളം പറഞ്ഞത്, അതിന് നുണയെന്നൊക്കെ പറയാം നമുക്ക്. ആ നുണ പറഞ്ഞത് ആരാണ്? ജാസ്മിൻ തന്നെ. ഇനി രണ്ടാമത് ഞാൻ ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? ജാസ്മിൻ. കമ്മിറ്റഡ് അല്ല, അത് എൻഗേജ്മെൻ്റ് ആയിരുന്നു എന്നുള്ളത് ആണ് സത്യം. നുണ ആര് പറഞ്ഞത്? ജാസ്മിൻ. ഈ കാര്യം കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം ഗബ്രിയുടെ അടുത്ത് പറഞ്ഞ്, ആ വീട്ടിലുള്ള എല്ലാവരുടെ പറഞ്ഞ്, ആരാണ് നുണയൻ? ജാസ്മിൻ. അപ്പോൾ ഇതൊക്കെ ഈ നുണയെ മൊത്തം പറയുന്ന ജാസ്മിന് വേറൊരാളെ നുണയെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അപ്പം നമ്മൾ വിചാരിക്കും ജാസ്മിൻ മാത്രമാണ് നുണയൻ എന്നുള്ളത്. അപ്പോഴതാ വരുന്ന ജാഫർ വന്നിട്ട് അകത്ത് പറയുന്നു അഫ്സലാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതെന്നുള്ളത്. നുണ. ബ്ലോക്ക്, നുണ, അങ്ങനെ എത്ര നുണ. അപ്പോഴത്തേക്ക് നുണയൻ എന്നുള്ള വാക്കിന് ഏറ്റവും അർഹത ഒന്ന് ജാസ്മിനും ഒന്ന് ജാസ്മിൻ്റെ അച്ഛനുമാണ്. അല്ലേ, നിങ്ങൾ രണ്ടുപേരാണ് നുണ പറഞ്ഞത്. നിങ്ങൾ 2 പേരുടെയും നുണയിൽ ഒരു ചെറുക്കനെ നിങ്ങൾ 2 പേരെ ഇറക്കിയിട്ട് വിട്ടു. എന്നിട്ട് ആ ചെറുക്കൻ നിങ്ങൾക്കെതിരെ, അതായത് നിങ്ങളുടെ ഫാമിലിയിലെ ആ പറയുന്ന ജാഫറിനെതിരെ അവൻ സംസാരിക്കാത്തത് ചിലപ്പോൾ അവൻ്റെ മാന്യത ഉണ്ടായിരിക്കും. പക്ഷേ അവന് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത് നിങ്ങൾ 2 പേരുടെ നുണകളാണ്. അപ്പം ആരാണ് ഏറ്റവും വലിയ നുണകൾ പറയുന്നത്? നിങ്ങൾ 2 എണ്ണം, ജാസ്മിനും ജാഫർ. ഒരുമിച്ച് നമുക്ക് ജാസ്മിൻ ജാഫർ എന്ന് പറയാം, അല്ലെങ്കിൽ ജാഫർ ജാസ്മിൻ എന്ന് പറയാം. അപ്പം നിങ്ങളാണ് ഏറ്റവും വലിയ നുണ അടിച്ചിറക്കുന്നത്. 50 ലക്ഷം കിട്ടാനായിട്ട് എന്തിനാണ് ഇത്രയും വലിയ നുണകൾ പറയുന്ന? നുണയൻ എന്നൊക്കെ നമ്മൾ നാട്ടുകാരിങ്ങനെ പറയാം. ഇത് പ്രത്യേകിച്ച് ബിഗ് ബോസ് കാണുന്നവർക്ക് നിങ്ങളെ ഈ നുണ കേൾക്കാൻ നേരത്ത് നമ്മളങ്ങനെ പറയേണ്ടി വരും. കാരണം നിങ്ങൾ എന്തൊക്കെ നുണകളാണ് ഈ പറയുന്നത്, ഒരു പരിധിയില്ലേടേ. പിന്നെ വേറെ എന്തൊക്കെയൊക്കെ പറഞ്ഞു, വൃത്തിയില്ലാത്തതിൻ്റെ പോട്ടെ, സഹിക്കാം. ചായക്കകത്ത് തുമ്മി വെച്ചിട്ട് അത് ടേസ്റ്റ് കൂടുമെന്ന് പറയുന്നത് അത് നുണയുമാണ്. അതേ കണക്ക് തന്നെ വേറെ ആൾക്കാരെ രോഗം പടർത്താൻ വേണ്ടിയിട്ടുള്ളതുമാണ്. അപ്പം അതൊക്കെ എന്തൊക്കെ നുണകളാണ്. പിന്നെ കാലിൽ എന്തോ അസുഖമാണ്, കാല് മറ്റേ ഇതാണ്, ചൊറിയാണ്. മറ്റേ ഇനി അടുത്ത വേറൊരു നുണയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിക്കാത്തത് ഇസ്നോഫീലിയ കൊണ്ടാണ്. ഇല്ല, ഇസ്നോഫീലിയ രോഗം കൊണ്ടാണ് കുളിക്കാത്തത്, അല്ലാതെ മറ്റേ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചേക്കുന്നതുകൊണ്ടല്ല.
അപ്പൊ ആരുടെ നുണ പറയുന്നപ്പോഴേ? അപ്പൊ നുണയെന്നൊക്കെ സ്വന്തമായിട്ടല്ല, നിങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റേതിലൊക്കെ നിങ്ങളെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ അച്ഛനെ വിളിക്കുന്നുണ്ട് കുഴപ്പമില്ല ജാസ്മിനെ. കാരണം പുള്ളിയാണ് ഏറ്റവും വലിയ നുണ നിങ്ങളെ വീട്ടിൽ എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരു ചെറുക്കനെ നശിപ്പിക്കാനായിട്ട് ഏറ്റവും ആദ്യം നിങ്ങളെ നശിപ്പിച്ചു. അതിനുശേഷം നിങ്ങളെ അച്ഛൻ അങ്ങേര് വന്നിട്ട് വീണ്ടും ആ ചെറുക്കനെ കയറി കയറ്റി വിട്ട് നശിപ്പിച്ച്, ആ ചെറുക്കൻ്റെ ഫാമിലിയും നശിപ്പിച്ച്. നിങ്ങൾ രണ്ടെണ്ണം കാരണം ആ ചെറുക്കൻ്റെ ഫാമിലിയും അവൻ്റെ സ്വസ്ഥതയും എല്ലാം നിങ്ങൾ രണ്ടെണ്ണത്തിൻ്റെ നുണകൾ കൊണ്ട് നശിച്ച്. ജാസ്മിൻ്റെ പ്രവർത്തികളും നുണകളും ആക്ഷനുകളും എല്ലാം കൊണ്ട്, വാക്കുകളും എല്ലാം കൊണ്ട് ജാസ്മിൻ അവനെയും നശിപ്പിച്ച്, അവൻ്റെ ഫാമിലിയെ നശിപ്പിച്ച്, എല്ലാം നശിപ്പിച്ച്. അതിനുശേഷം നിങ്ങളെ തന്ത വന്നിട്ട് വീണ്ടും നശിപ്പിച്ച്. അപ്പം നുണയൻ, നുണച്ച് എന്നൊക്കെ വിളിക്കാൻ നേരത്ത് ബാക്കി ആരെങ്കിലും വിളിക്കുന്ന മുന്നേ സ്വന്തമായി ജാസ്മിൻ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതാണ് ആ പൗമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബൈ.